ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിന്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശീതളിന്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണല്ലേ സുമിത്ര. അപ്പോൾ സുമിത്ര ആ ചുറ്റുപാടെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ആഹാ, എന്ത് നല്ല വൃത്തിയുള്ള വീടാണ്, വീടായാൽ ഇങ്ങനെ ആയിരിക്കണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശീതളാണെങ്കിൽ പിന്നെ അമ്മയുടെ മോളല്ല ഞാൻ, അപ്പോൾ ഈ ഗൃഹനാഥയും ഞാൻ തന്നെയാണ്, അപ്പോൾ അതിൻ്റെതായ രീതിയിലല്ലേ അമ്മേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ആഹാ, നീയാണ് ഗൃഹനാഥ, അതേതായാലും കൊള്ളാലോ. അപ്പോൾ ഇവിടുത്തെ അമ്മ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഈ ശീതളാണെങ്കിൽ അത് പിന്നെ അമ്മ വേറെ വീട്ടിലാണ്, ബന്ധുക്കാരുടെ വീട്ടിലാണ്, അവരുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ സച്ചിൻ എവിടെ മോളെ? സച്ചിൻ ഉണ്ട് അമ്മേ. ഏതായാലും എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. അങ്ങനെ ശീതളിൻ്റെ കയ്യിൽ ഇങ്ങനെ വളയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ശീതളാണെങ്കിൽ അല്ലമ്മേ, അമ്മ എനിക്ക് ഈ വളയൊക്കെ തരാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. വളയൊന്നും തരാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, ചില കാര്യങ്ങൾ നിന്നോട് ചോദിച്ചറിയാനും സച്ചിനെ കാണാനും കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ശീതളിൽ എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അമ്മേ, അത് പിന്നെ ഞാൻ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അമ്മേ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശീതള് ഈ പുതപ്പും ഇങ്ങനെ പുതച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഈ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ ഡൗട്ട്, ഇവളെന്താ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഓടി അകത്തേക്ക് കയറിപ്പോയത്, ഇതിലെന്തൊക്കെയോ പന്തികരുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മുടെ സുമിത്രയ്ക്ക്. അപ്പം ശീതള് ചായയും കൊണ്ട് വരികയാണ്. അപ്പം ചായയെല്ലാം കുടിക്കുമ്പോഴും ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പോൾ ശീതളോട് ചോദിക്കുകയാണ്, അല്ല മോളെ സച്ചിൻ എവിടെ? അത് പിന്നെ അമ്മേ, സച്ചിൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ആണോ? ഒരുപാട് നേരം വൈകിയോ വരാനായിട്ട്? വൈകുമായിരിക്കും അമ്മേ, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശീതള അവിടെ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പം ശീതളിങ്ങനെ പുതച്ചൊക്കെ ഇരിക്കേണ്ടത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ, അല്ല മോളെ നീ എന്താ ഈ പുതപ്പും പുതച്ചുകൊണ്ടിരിക്കുന്നില്ലമ്മേ, വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഞാൻ ചുമ്മാ പുതച്ചാണ്. അവിടെ തട്ടാമിട്ടിത്തര കാര്യങ്ങളെല്ലാം പറയുകയാണ് നമ്മുടെ ശീതള്. അങ്ങനെ ഇരിക്കെ പിന്നീട് കാണിക്കുന്നത് ദീപുവിനെയാണ്. അപ്പോൾ ദീപു എങ്ങനെയെങ്കിലും ഈ പരമശിവത്തിൻ്റെ കയ്യിൽ നിന്നും ഒഴിഞ്ഞു മാറണമല്ലോ. പരമശിവൻ തന്നെയും തിരക്കി വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഇനി തൻ്റെ കാര്യം കട്ടപ്പുകയാണെന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ ദീപു ഈ രഞ്ജിതയുടെ ഭർത്താവിനെ വിളിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ഒരു രക്ഷയില്ല. രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലല്ലോ. അജ്ഞാതനാണെന്ന് വിചാരിച്ചുകൊണ്ട് ആകെ പേടിച്ച് വിറച്ചൊരവസ്ഥയിലാണല്ലോ ഈ രഞ്ജിതയുടെ ഭർത്താവ് ഇരിക്കുന്നത്. അപ്പോൾ ദീപു വീണ്ടും വിളിക്കുകയാണ്. പക്ഷെ അജ്ഞാതനാണെന്ന് വിചാരിച്ചിട്ട് ആ ഫോണും എടുക്കുന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ പരമശിവത്തിൻ്റെ പൈസ കൊടുക്കും? പരമശിവത്തിൻ്റെ പൈസ കൊടുത്തില്ലെങ്കിൽ താൻ അകത്താകുമെന്ന് നന്നായിട്ടറിയാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. വഴിയിൽ നിന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്ന ചിത്ര പിടികൂടും. അപ്പം പിന്നെ ചിത്രയ്ക്ക് സംശയമായി കാര്യങ്ങളുമായി. പിന്നെ എന്താണ് ദീപോട്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ കുറേ ഉത്തരങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ നിൽക്കാനായിട്ട് ദീപു തയ്യാറായില്ല. ദീപു നേരെ വഴി വന്ന് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പരമശിവത്തിൻ്റെ വണ്ടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ദീപുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിർത്തിയേ, അത് ദീപു അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവരെ വണ്ടി അവിടെ നിർത്തുകയാണ്. അങ്ങനെ ദീപുവിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് തന്നെ നോക്കുകയാണ് ഈ പരമശിവം. അപ്പോൾ പരമശിവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിൻ്റെ കിളി പോയി. ദൈവമേ, ഇയാളിത് ഇവിടെ എത്തിയ മനുഷ്യന് സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്കും ദീപു ആകെ പേടിച്ച് വരച്ച്. അപ്പോൾ പരമശിവൻ നേരെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട്, എന്താണ് ദീപു, നീ എന്നെ കാണാതെ ഒളിച്ചിരിക്കുകയാണോ? പക്ഷേ എവിടേക്ക് നീ ഒളിച്ചാലും നിന്നെ ഞാൻ താഴെ ഇറക്കും ദീപു. നിന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു ഉഗ്രൻ പ്രകടനങ്ങളാണ് നടന്നത്. നീ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി എല്ലാ റൂമിലും ഞാൻ തിരക്കി. പക്ഷെ നിന്റെ ഭാര്യയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ദീപു. അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ പേടിക്കേണ്ട ആവശ്യവും ഇല്ല. നിന്റെ ഭാര്യയോട് എനിക്ക് പറയാൻ അറിയാൻ പാടാത്ത കൊണ്ടല്ല, പക്ഷേ ഇപ്പോഴും ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. നീ എൻ്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ നിന്നെ പിടികൂടില്ലെന്ന് നീ വിചാരിച്ചു ദീപു. ഇത് കേട്ട ദീപു ആണെങ്കിൽ, പരമശിവൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പൈസക്ക് കുറച്ച് ടൈറ്റ് ആയിപ്പോയി, നിങ്ങളുടെ പൈസയും എല്ലാം ഞാൻ തന്നേക്കാം, പലിശ സഹിതം തന്നേക്കാം, പക്ഷേ എനിക്ക് കുറച്ച് സാവകാശം വേണം പരമശിവം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതിട്ട് നിനക്ക് ഇനി എന്തോരു സാവകാശമാണ് വേണ്ടത് ദീപു? നിനക്ക് പല സാവകാശവും ഞാൻ തന്നു. പക്ഷേ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. നീ കൂടുതൽ ഇവിടെ കിടന്ന് വേഷം കിടന്ന് നിൽക്കണ്ട. ഇനി നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമല്ല ദീപു.
നീ എൻ്റെ കൂടെ വാ പരമശിവം. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നിൽക്കരുത് പരമശിവം. നിങ്ങൾ എന്നെ വെറുതെ വിട് പരമശിവം, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓഹോ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പരമശിവം ഈ ദീപുവിനെ വലിച്ചഴച്ച് നേരെ കാറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഗുണ്ടകൾ പടപടക്കാന്നും പറഞ്ഞ് ഇടിക്കുകയാണ്. അപ്പോഴേക്കും ദീപുവിനാണെങ്കിൽ സങ്കടം സഹിക്കാനും പറ്റുന്നില്ല, തൻ്റെ കയ്യിൽ പണവും ഇല്ല കൊടുക്കാനായിട്ട്. അപ്പോൾ ദീപു, ദേ പരമശിവം, നിങ്ങളെന്നെ വിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ഞാൻ ആത്മഹത്യക്കുറിപ്പ് നിങ്ങളുടെ പേരിൽ എഴുതി കൊടുക്കും. നിങ്ങളെന്നെ ടോർച്ചർ ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട പരമശിവത്തിന് വല്ല കൂസലുണ്ടോ? പരമശിവനിരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ, നീ എന്താ വിചാരിച്ചത്? ഈ ഭീഷണിക്ക് മുന്നിൽ പരമശിവത്തിനെ അങ്ങോട്ട് തീർത്ത് കളയാന്നോ? എടാ, നീ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഞാൻ കൊല്ലും. ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കുന്നു. എടാ, നിന്നെ കൊന്നാ പോലും ഒരു പോലീസുകാരും എന്നെ പിടിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെയാണ് നീ ആത്മഹത്യ ചെയ്താൽ ഈ പരമശിവത്തിനെ വരട്ടാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദീപുവിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കണം. പടപടക്കാന്ന് പറഞ്ഞ് ഭയങ്കര അടി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ദീപു ആകെ തകർന്നു പോയൊരവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ പൂജയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടൊരവസ്ഥ നിൽക്കുന്നത്. ദൈവമേ, പൂജ, അപ്പോട്ടൻ എന്തിനാണ് എന്നോട് ഇങ്ങനെയല്ല സംസാരിച്ചത്? ഞാൻ എത്ര സന്തോഷത്തോടു കൂടി തന്നെയാണ് അപ്പോട്ടനോട് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാനായിട്ട് പോയത്. പക്ഷേ അപ്പോട്ടൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ തലപൊകി നിൽക്കുകയാണ്. പക്ഷേ ചിത്രയാണെങ്കിൽ ഈ ദീപോട്ടനെ കുറിച്ചും അതേപോലെ തന്നെ പൂജയെക്കുറിച്ചും ആലോചിക്കുകയാണ്. പക്ഷെ സരസ്വതി അമ്മ പൈസ എല്ലാം കട്ടെടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ പൈസ കട്ടെടുത്തിട്ട് കുറച്ച് പൈസ കൊണ്ട് സാരി, നല്ലൊരു അടിപൊളി സാരിയും മേടിച്ചിട്ട് ബാക്കി പൈസ തൻ്റെ ബാഗിൽ തന്നെ വെക്കാമെന്നാണ് സരസ്വതി അമ്മ മനസ്സിൽ കരുതിയിരിക്കുന്നത്. അങ്ങനെ സരസ്വതി അമ്മയാണെങ്കിൽ ഏതായാലും ഇനി അവരോടൊപ്പം സംഗമത്തിന് കൂടാൻ പോകുമ്പോൾ എല്ലാവരെക്കാളും അടിപൊളിയായിരിക്കും ഞാൻ. അങ്ങനെ ആരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സുമിത്ര, അവൾ ഈ പൈസയുടെ കാര്യം ചോദിക്കാനായിട്ട് പോകുന്നില്ല. ചോദിച്ചാലും ഞാനെന്ത് ചെയ്യാനാൻ? എനിക്കറിയാൻ പാടുന്നൊരു വിവരം മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ. അങ്ങനെ നമ്മുടെ പൂജ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, എന്താ പൂജ മോളെ, നീ നേരത്തെ എത്തിയോ? എന്താ, എനിക്ക് നേരത്തെ എത്താൻ പാടില്ലേ? അല്ല, എന്താ അച്ഛമ്മയ്ക്ക് എന്തൊരു കള്ളലക്ഷണം? കള്ളലക്ഷണോ? എന്ത് കള്ളലക്ഷണം? എനിക്കൊരു കള്ളലക്ഷണമില്ല. നിനക്കെന്ത് പറ്റി? നീ ഭയങ്കര നിരാശയിലാണല്ലോ. എന്താ, നിന്റെ കാമുകൻ നിന്നെ വിട്ടുപോയോ? ദേ, അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇവിടെ ഭയങ്കര തർക്കം. അങ്ങനെ പൂജ റൂമിലേക്ക് കയറി ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ചിന്തിച്ച്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ്. അപ്പം രഞ്ജിതയെ വക്കീലിനെയും വഴിയിൽ വെച്ച് കണ്ടതാണല്ലോ സുമിത്ര. ഇനി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ രഞ്ജിത വീണ്ടും ആ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ വക്കീലിനെ കാറി കയറ്റിയിട്ടതേ, ഇനിയും നിങ്ങളും പുറത്തിറങ്ങാനായിട്ട് പാടില്ല. രഞ്ജിത മേഡം, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കെന്താ പുറത്തിറങ്ങിക്കൂടെ? നിങ്ങൾ പുറത്തിറങ്ങാമെങ്കിൽ പിന്നെ ഞാനും ഇറങ്ങിയാൽ എന്താ കുഴപ്പം? നിങ്ങൾ വിചാരിക്കുന്ന പോലെ സുമിത്ര സത്യങ്ങളൊന്നും തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഇന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിങ്ങൾ ആ കാര്യമൊന്നും മനസ്സിലാക്കണം. ഇനിയും നിങ്ങൾ പുറത്തിറങ്ങാനായിട്ട് പാടില്ല. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഈ നാട് വിട്ടു പോയിക്കോളാം. ഇത് കേട്ട വക്കീലാണെങ്കിൽ, ഇല്ല രഞ്ജിത മേഡം, ഞാൻ നാട് വിട്ടു പോകുന്ന പ്രശ്നമില്ല എന്നവിടെ ഭയങ്കര തർക്ക രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. ദേ, എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈ നാട് വിട്ട് പോകാതെ ഇവിടെ നിന്ന് സുമിത്ര നിങ്ങളെ പിടികൂടി എന്തെങ്കിലും കാര്യം അറിയാൻ ഇടയായാൽ പിന്നെ ഈ രഞ്ജിതയ്ക്ക് വേറൊരു മുഖമുണ്ട്. ആ മുഖം നിങ്ങൾക്ക് അറിയില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് പുറം ലോകം കാണാൻ പറ്റാത്ത വിധം ഞാൻ നിങ്ങളെ പൂട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാനാവില്ല. മനസ്സിലായോ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത അവിടെ ഭയങ്കര രീതിയിൽ സംസാരിക്കണം. അപ്പോൾ രഞ്ജിതയുടെ ആ ഒരു മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വക്കീലിനാകെ പേടി തോന്നി. ഇനിയിപ്പോൾ തന്നെ തട്ടിക്കളഞ്ഞാലോ എന്നൊക്കെ പേടിച്ചാണ് ഈ വക്കീൽ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര ഇങ്ങനെ മോളോട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മോളുടെ ഇങ്ങനെ പുതച്ചിരിക്കുന്ന ആ പുതപ്പ് ഇവിടെ താഴോട്ട് വീഴുന്നത്. പക്ഷേ നമ്മുടെ ശീതൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് സുമിത്ര നോക്കുമ്പോൾ ശീതളിൻ്റെ ഇവിടെ ഇങ്ങനെ മാന്തിയ പാടും പൊള്ളിയ പാടും ഇവിടെ എവിടെയൊക്കെ ഇങ്ങനെ പൊള്ളിയ പാടൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഇത് കണ്ട സുമിത്ര ആകെ ഞെട്ടി വിറച്ചു പോവുകയാണ്. ഇങ്ങനെ സുമിത്ര അവിടെ നിന്ന് എണീറ്റ്, മോളെ ഇത് എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴുത്തിലിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശീതളിനാകെ പേടി. അമ്മേ, അത് പിന്നെ ഒന്നുമില്ലമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പുതപ്പ് വെച്ച് ഇങ്ങനെ മുടി നോക്കും. മോളെ കൈ മാറ്റ്,
നീ ഇനിയും എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കാൻ നിൽക്കരുത്, നീ കൈ മാറ്റാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ മാറ്റുകയാണ്. മോളെ സത്യം പറ, എന്താ സംഭവിച്ചത്? ഒന്നുമില്ല, അത് ചെറിയൊരു മുറിവ്. ഇത് മറയ്ക്കാൻ വേണ്ടിയാണ് നീ ഇത്രയും നേരം പുതപ്പും പുതച്ചുകൊണ്ടിരുന്നത്. എനിക്ക് സത്യാവസ്ഥ അറിഞ്ഞാൽ മതിയാവുള്ളൂ. ഇവിടെ എന്തൊക്കെയോ നിനക്ക് സംഭവിക്കുന്നുണ്ട്. സച്ചിൻ എവിടെ? എനിക്ക് സച്ചിനെ കാണാം. അമ്മ, സച്ചിൻ ഹോസ്പിറ്റലിൽ പോയിരിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. വരട്ടെ? സച്ചിൻ ഏതായാലും ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ. എനിക്ക് സച്ചിനെ കണ്ടേ മതിയാവുള്ളൂ. അതിനുശേഷമേ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുള്ളൂ. നിനക്ക് എന്താ സംഭവിച്ചെന്ന്, എന്താ പറ്റിയെന്നും എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ ശീതളെ. ഇനി അതും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ സുമിത്ര ഭയങ്കര കടുംപിടുത്തം പിടിക്കുകയാണ്. ശീതളാകെ പെട്ടുപോയൊരവസ്ഥ. പക്ഷേ ഇവിടെ അറിയേണ്ടത് ശീതളിന്റെ ഭർത്താവ് ഇപ്പോഴും സച്ചിൻ തന്നെയാണോ എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സച്ചിൻ വീണ്ടും മയക്കമരുന്നിന് അടിമപ്പെട്ടു പോയോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.